അപ്പൊ എല്ലാവരും കാത്തിരുന്ന ഗിവ് അവേ റിസൾട്ട് എല്ലാവരും ഒന്നും പറയുന്നില്ല, ആകെ കുറച്ച് പേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. അതിൽ തന്നെ കുറച്ച് പേർക്കാണ് കറക്റ്റ് ആൻസർ കിട്ടിയത്. അപ്പൊ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ലൈവ് വരണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ ഞങ്ങൾക്ക് തീരെ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പൊ അവിടെ രാത്രി ആയിട്ടുണ്ടാവും. അപ്പൊ ഈ നട്ടപ്പാതിരേക്ക് ലൈവ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് എടുത്തില്ലെങ്കിൽ ഇനി 2 ആഴ്ചത്തേക്ക് എടുക്കാൻ പറ്റില്ല. ബിഗ് ബോസിന്റെ റിസൾട്ട് വന്നിട്ട് എത്ര ആളായി? അതൊരു 2-3 ആഴ്ച ഉണ്ടാവും. അപ്പൊ അതെ, മൊത്തത്തിൽ ലേറ്റ് ആയി. ഓക്കെ, കറക്റ്റ് ആയവരുടെ അനുമോൾ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തവരുടെ ഞങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് കട്ട് ചെയ്ത് കേബിള് സെറ്റാക്കി. അപ്പൊ നമ്മുടെ പണ്ടത്തെ യൂഷ്വൽ എന്താ പറയാ, അതെ, വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ഇപ്പൊ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ആരെ വേണമെങ്കിലും നമുക്ക് ഓൺലൈൻ സെലക്ട് ചെയ്യാം ഗിവ് അവേ. പക്ഷെ ഞാനിതൊരു പഴയ രീതിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം 5000 രൂപയുടെ ആമസോൺ വൗച്ചർ അല്ലെങ്കിൽ 5000 രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത് എന്റെ ചാനലിലെ ഫസ്റ്റ് ഗിവ് അവേ ആണ്. നമ്മുടെ ഒരു ചെറിയ ചാനലാണ്. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്. എനിക്ക് മടിയാണെന്ന് പറയാം, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനിയും ഗിവ് അവേസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത്, ഭാഗ്യവതി ഓർ ഭാഗ്യവാൻ ഓർ ഭാഗ്യവതി എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ഭാഗ്യങ്ങളും ഇല്ലാത്ത ഞാനാണ് എടുക്കുന്നത്. കണ്ണറിയണോ? കണ്ണൊന്നും അടിക്കണ്ട. അല്ല, ഇത് കണ്ണെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല. എന്നാലും ഇത് രണ്ടെണ്ണം ആർക്കാണ്? റെഡി, 1 2 3. ഷോൺ ബാബു C6J അനുമോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വിന്നർ ആളാണ്. എനിക്ക് അറിയില്ല പരിചയമുള്ള ആളാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലൊന്നും ഉള്ളവരല്ല. അപ്പൊ ഞാൻ കമന്റിന് താഴെ മെസ്സേജ് അയച്ചേക്കാം, ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യാൻ. അപ്പൊ യെസ്, കൺഗ്രാറ്റ്സ്. അപ്പൊ ഇനി എല്ലാവരും എന്റെ ചാനലിൽ നോക്കിയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗിവ് അവേ ഒക്കെ ചെയ്യുന്നതാണ്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ. താങ്ക് യു മച്ച്. ഓക്കെ, ഇതിൽ ഞാൻ കമന്റ് ചെയ്തു. ഞാൻ വേറെ ആളുടെ പേര് ബിഗ് ബോസ് കാണാത്ത ആള് കമന്റ് ചെയ്തതാണ്. ഞാൻ കമന്റ് ചെയ്തിരുന്നു, പക്ഷെ അത് വേറെ ആളുടെ പേരായിരുന്നു. 100 പേരാണ് ആകെ കമന്റ് ചെയ്തിട്ടുള്ളായിരുന്നു. കാരണം അധികം പബ്ലിസിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആകെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ 100 കമന്റിൽ 25 പേരെന്തോ ആണ് കറക്റ്റ് അനുമോള് പറഞ്ഞത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. യെസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.